നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. സകല വിശ്വാസികളും ജ്യോതിഷ ലോകവും വർഷാവർഷം വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു പ്രധാന ജ്യോതിഷ പ്രതിഭാസമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അഥവാ വ്യാഴപ്പകർച്ച. എന്തുകൊണ്ടാണ് നമ്മൾ വ്യാഴമാറ്റത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? കാരണം ഹൈന്ദവ വിശ്വാസപ്രകാരം, ജ്യോതിഷ ശാസ്ത്രപ്രകാരവും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും സമ്പത്തിൻ്റെയും ശ്രേയസിൻ്റെയും ഭാഗ്യത്തിൻ്റെയും വിദ്യയുടെയും അതുപോലെ എല്ലാവിധ അനുകൂല അവസരങ്ങളുടെയും അധിപനാണ് ദേവഗുരുവായ വ്യാഴം. വ്യാഴം നമ്മുടെ ജീവിതത്തിലെ സകല പുരോഗതിക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹം അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴാനുകൂല്യം ഓരോ വർഷവും ഓരോ കൂറുകാർക്കും ഓരോ രീതിയിലാണ് അനുഭവപ്പെടുക. പൊതുവെ ഈ വർഷത്തെ വ്യാഴപ്പകർച്ച വരുന്നത് കർക്കിടകം രാശിയിലേക്കാണ്. ഈ മാറ്റം സംഭവിക്കുന്നത് ഇടവമാസം 19-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ്. ജ്യോതിഷപരമായി കർക്കിടൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. ഒരു ഗ്രഹം സ്വന്തം ഉച്ചക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക വ്യാഴം ലോകത്തിന് മുഴുവൻ ഒരുപാട് ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം സമ്മാനിക്കും. എന്നാൽ ലോകത്ത് നിലനിൽക്കുന്ന യുദ്ധങ്ങളും വലിയ പ്രതിസന്ധികളുമൊക്കെ പെട്ടെന്ന് ഇല്ലാതാകും എന്നത് ഇതിന് അർത്ഥമില്ല. എങ്കിലും ഒരു പരിധിവരെ രാജ്യത്തിന് തന്നെ വലിയ പുരോഗതി നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, കാലത്തിൻ്റെ ചക്രങ്ങൾ തിരിയുമ്പോൾ തന്നെയാണ് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകുന്നത്. ഈ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തോടെയാണ് നമ്മുടെ നാടിനെ ഹരിതാപമാക്കുന്ന ജീവജലം നൽകുന്ന കാലവർഷം ആരംഭിക്കുന്നത്. ജ്യോതിഷ ശാസ്ത്രം എന്നത് വെറുമൊരു കണക്കുകൂട്ടൽ മാത്രമല്ല, അത് പ്രകൃതിയും പ്രപഞ്ചവും ഗ്രഹങ്ങളും മനുഷ്യനും തമ്മിലുള്ള അദൃശ്യമായ ബന്ധത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ്. വ്യാഴമാറ്റത്തോടൊപ്പം തന്നെ ഈ വർഷത്തെ കാലവർഷം, അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മാസത്തോടുകൂടി സജീവമാകും. ഈ മൺസൂൺ കാലഘട്ടം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തെ വേറെയൊരു ലെവലിലേക്ക്, ഒരു മഹാഭാഗ്യത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു കാലഘട്ടമാണ് കടന്നു വരാൻ പോകുന്നത്. അപ്രതീക്ഷിത ധനനേട്ടവും നിധിയോഗവും ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നു. മഴ കനക്കുമ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള അമൂല്യമായ വസ്തുക്കൾ സ്വന്തം പറമ്പിൽ നിന്ന് പോലും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. അല്ലായെങ്കിൽ ഇവർ നടന്നു പോകുന്ന വഴികളിൽ നിന്ന് പോലും ഇത്തരം അമൂല്യമായ വസ്തുക്കൾ തെളിഞ്ഞു കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വാഭാവികമായും മഴ കനക്കുമ്പോൾ സാധാരണക്കാരായ പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയാണ് പതിവ്. ചില ആളുകൾക്ക് തൊഴിൽ പ്രയാസം പോലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാം. എന്നാൽ നാം ഇവിടെ പരാമർശിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്ന കാലഘട്ടം തന്നെയാണ്. ശക്തമായ മഴയിൽ ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം വലിയ അമൂല്യമായ വസ്തുക്കൾ ഇവരെ തേടിയെത്തും. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും കടന്നു വരാൻ പോകുന്ന സന്ദർഭങ്ങളിൽ നാം അതിനെ നെഗറ്റീവായി സമീപിക്കരുത്. നാം ഏത് കാര്യത്തെയും നെഗറ്റീവായാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നെഗറ്റീവായി തന്നെ അവസാനിക്കുകയും ചെയ്യും. നാം എല്ലാ കാര്യത്തെയും പോസിറ്റീവായി സമീപിക്കുക. നാം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. നാം ഈ പ്രപഞ്ചത്തിൽ സ്നേഹമുള്ളവരായി എല്ലാ സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ സൽക്കർമ്മവും നമ്മുടെ മനഃശുദ്ധിയും നമ്മുടെ ആത്മാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നൽകി നമ്മെ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. ഈ ഒരു മഴക്കാലത്തോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്രയേറെ സൗഭാഗ്യങ്ങൾ കടന്നു വരണമെങ്കിൽ, അതായത് അപ്രതീക്ഷിതമായ ധനയോഗവും അമൂല്യമായ വസ്തുക്കൾ ലഭിക്കുന്നതും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ പരാതിക്ക് ഒരു ഉത്തരം തന്നെയാണിത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി കാണുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം കൂടെ ആലോചിക്കുക. ദിനംപ്രതി നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഇന്നലെ വിഷുബമ്പർ നറുക്കെടുപ്പിലൂടെ 12 കോടിയും അതിൽ കുറഞ്ഞ തുകകളും 1 കോടി, 10 ലക്ഷം, അത്തരത്തിൽ ധാരാളം സമ്മാനങ്ങൾ നേടി ജീവിതത്തിൽ സൗഭാഗ്യം കൊണ്ട് പല പ്രയാസങ്ങളെയും മറികടന്ന എത്ര ആളുകളുണ്ട്. ഇത്തരത്തിൽ പല രീതിയിൽ സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതിലൂടെ ജീവിതത്തിൽ ദിനംപ്രതി ആളുകൾ ഉയർച്ചകൾ കൈവരിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും പടുകുഴിയിൽ നിന്ന് ജീവിത വിജയം കൈവരിച്ച എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. അതായത് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആളുകൾ. ദിനംപ്രതി നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിലൊരു മാറ്റം തന്നെയാണ് സൗഭാഗ്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത്. അത്ഭുതപ്പെടാനില്ല, ഇത് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഒരു സമ്മാനം തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. ഭഗവാന്റെ ചൈതന്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു നല്ല കാലത്തെ, വരാൻ പോകുന്ന സുവർണ്ണകാലത്തെ ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഏറ്റുവാങ്ങുക. നിങ്ങൾ ഈ അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കേണ്ടതായിരിക്കാം. ചില നിർഭാഗ്യവശാൽ അത് നിങ്ങളിൽ നിന്ന് അകന്നു പോയതാവാം. നമുക്ക് ചുറ്റും ദിനംപ്രതി ചില നെഗറ്റീവ് ഊർജ്ജം രൂപപ്പെടും. അതായത് കണ്ണീർ, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാലെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം ദുഷ്ടശക്തികൾ കടന്നു വരും. അത് നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിക്കും. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ താളലയങ്ങളെയും തെറ്റിപ്പിക്കും. അതുകൊണ്ടാണ് നാം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്ര നെഗറ്റീവ് ഊർജ്ജം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ മനസ്സിലും അത്തരം കാര്യങ്ങൾക്ക്, നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകും.
നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു അലസതയും മടിയും ഉണ്ടാകും. അത്തരത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. അതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ശക്തിയേറിയ പൂജയിൽ പങ്കാളിയാവുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം കൂടുതലായി നിറഞ്ഞു നിൽക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു അധ്യായം ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും സുഹൃത്തുക്കളിലും എല്ലാം ധാരാളം ഉണ്ടാകും. അവരിലേക്ക് ഒരു അധ്യായം ഷെയർ ചെയ്യുക. അവർക്കും ഈ ഒരു പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതോടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം തിരികെ ലഭിക്കുന്നു. അതുപോലെ തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും നാം മറുപടി നൽകാറുണ്ട്. നമ്മുടെ 2000-ലധികം 3000-ഓളം വരുന്ന കമൻറ്റുകൾക്ക് പോലും നാം കൃത്യമായി മറുപടികൾ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക എന്നത് പറയുന്നത് വെറുതെയല്ല. കൃത്യമായ മറുപടിയും നമ്മുടെ പ്രാർത്ഥനകളിലും വഴിപാടുകളിലും കൃത്യമായി നിങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യും. കൂടുതൽ കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി ചന്ദ്രഗണനയെ ആസ്പദമാക്കിയാണ് ഇതിൽ ഫലങ്ങൾ പ്രവചിക്കുന്നത്. എന്തുകൊണ്ടാണ് ചന്ദ്രഗണന ആസ്പദമാക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. പൊതുവായ രാശിഫലങ്ങളിൽ കൂടുതൽ കൃത്യത വരാൻ വേണ്ടിയാണ് ഈ ചന്ദ്രഗണന എടുത്തിരിക്കുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന 9 നക്ഷത്രക്കാർ നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമായി വിദേശത്തും സ്വദേശത്തുമായി നിരവധി പേർ ഉള്ളതുകൊണ്ടാണ്. എങ്കിൽ പോലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പൊതുവായ ഗ്രഹസ്ഥിതി അനുകൂലമാണെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായ ജന്മഫലം, ജനന സമയം, നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ കൊണ്ട് അല്പം ചില ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായും നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടായേക്കാം. എങ്കിലും പൊതുവായ നോക്കുമ്പോൾ ഏകദേശം 97% മുതൽ 99% ഈ പ്രവചനം കൃത്യമായിരിക്കും. ഇന്ന് അതിരാവിലെ തന്നെ ഭാഗ്യം കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാൻ പോകുന്ന, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ പോകുന്ന ആദ്യം തന്നെ കാണാൻ സാധിച്ച നക്ഷത്രം പുണർദമാണ്. ഇത് യഥാർത്ഥത്തിൽ മിഥുനം രാശിക്കാരായിട്ടുള്ള 3 നക്ഷത്രങ്ങൾക്കും മകൈര്യം, തിരുവാതിര, പുണർദം അനുഭവിക്കാൻ യോഗം കൈവരുന്ന പൊതുഫലമാണ്. എങ്കിൽ പോലും ഈ മിഥുനത്തിലെ ഏറ്റവും ടോപ്പ് നക്ഷത്രമായ പുണർദ നക്ഷത്രത്തെ മുൻനിർത്തിയാണ് ഈ ഫലം ഇവിടെ വ്യക്തമാക്കുന്നത്. വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ ദൃഷ്ടി ചെയ്യുന്ന രാശി വെച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ ജോലി, അധികാരം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി 2-3 പ്രാവശ്യം ഇൻ്റർവ്യൂകൾ പങ്കെടുത്തിട്ട് പോലും ജോലി ലഭിക്കാതെ വരുന്ന നിരാശപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നിസ്സംശയം പറയാം, അവർക്ക് ഉടനെ തന്നെ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അത് നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ച് ഒരുപക്ഷെ ജൂൺ മാസം പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തോടു കൂടിയോ അവസാനത്തോടു കൂടിയോ ലഭിച്ചേക്കാം. നിലവിൽ ജോലിയുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദേവഗുരുവായ വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഈ സമയം സന്തോഷവും സമാധാനവും പല പ്രകാരത്തിലും വന്ന് സംഭവിക്കാൻ യോഗം കാണുന്നു. മറ്റൊരാൾക്ക് നിങ്ങളുടെ കടം കൊടുത്ത സംഖ്യ അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതി നിങ്ങൾ എഴുതിത്തള്ളിയ ആ ഒരു ധനം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ യോഗം കാണുന്നു. വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി നിങ്ങളുടെ 4ാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത്. 4ാം ഭാവം എന്നത് കുടുംബത്തിൻ്റെ ആരോഗ്യം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയെ കൃത്യമായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. ശരീര പുഷ്ടിക്കൊപ്പം രോഗശാന്തിയായിട്ടോ അല്ലെങ്കിൽ ഇതിനോടകം മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ ആ രീതിയിൽ വ്യായാമ മുറകൾ ചെയ്യുന്നവർക്കെല്ലാം വളരെ നല്ല അനുകൂലമായ ആരോഗ്യസ്ഥിതി ഈ സമയം വന്നു ചേരും. മാത്രമല്ല, ഇതേ കാലയളവിൽ നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയൊരു വാഹനം മേടിക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സഫലമായി കിട്ടും. വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി നിങ്ങളുടെ 6ാം ഭാവത്തിൽ പതിക്കുന്നത് കൊണ്ട് രോഗമുക്തി തീർച്ചയായും അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകണം. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അപ്രതീക്ഷിത ധനയോഗം മാത്രമല്ല അമൂല്യമായ പല വസ്തുക്കളും ഈ ഒരു മഴക്കാലം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ജീവിതത്തിൽ സൗഭാഗ്യം കടന്നു വരാൻ പോകുന്ന കാലഘട്ടം തന്നെയാണ്. അടുത്തതായി ഭാഗ്യാനുഭവത്തിലേക്ക് കടക്കുന്ന നക്ഷത്രമാണ് ആയില്യം, ഉത്രം. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അവരുടെ ജോലിസ്ഥലത്ത് ദീർഘനാളായി നിലനിന്നിരുന്ന വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും പൂർണ്ണമായി പരിഹരിക്കപ്പെടും. ജോലിയിൽ ശമ്പള വർധനവ് ലഭിക്കും. നിങ്ങൾക്ക് തീർച്ചയായും കാണാനുണ്ട്, വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ കമ്പനികളിൽ നിന്നും അനുമതി ലഭിക്കും. ടെസ്റ്റുകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ജോലിയിൽ പ്രവേശിക്കാനുള്ള അഡ്വൈസ്മെൻറ്റോ ഇല്ലെങ്കിൽ അനുമതിയോ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. ലോട്ടറി, ചിട്ടി തുടങ്ങിയ ഇടപാടുകൾ വഴി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനഭാഗ്യം നിങ്ങളുടെ കൈകളിൽ വന്നേക്കാം. സഹപ്രവർത്തകരുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ നടത്തിയിരുന്ന ബിസിനസ് കൂടുതൽ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാഭ്യാസ വായ്പകൾക്കോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനോ തുടങ്ങാനായി മറ്റ് ബാങ്ക് ലോണുകൾക്കോ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് അത് ഉറപ്പായിട്ടും അനുവദിച്ച് കിട്ടും. സാമ്പത്തിക പരാധീനതകൾ മൂലം പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന ഭവന നിർമ്മാണം ഈ സമയത്ത്
പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേത്രരോഗ സംബന്ധമായ പ്രയാസങ്ങളെല്ലാം മറികടന്ന് എല്ലാ കാര്യത്തിലും ആരോഗ്യം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടത്തോടൊപ്പം അമൂല്യമായ വസ്തുക്കളും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വിധത്തിൽ സൗഭാഗ്യങ്ങൾ കടന്നു വരും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇരട്ടി ഫലം നൽകും. അടുത്തതായി സൗഭാഗ്യത്തിൻ്റെ പട്ടികയിൽ വരുന്നത് പൂരാടവും അവിട്ടവുമാണ്. ഗവൺമെൻറ് ജോലിക്കായി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് നിയമനം കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ തീർച്ചയായും ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് കഠിനമായി പരീക്ഷ എഴുതിയവർക്ക് അപ്രതീക്ഷിതമായി അനുമതി സന്ദേശം ലഭിക്കും. ഡെലിവറി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ശുഭകരമായ സാഹചര്യം തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വാർത്താവിനിമയം, ദൃശ്യമാധ്യമങ്ങൾ, പത്രം, സോഷ്യൽ മീഡിയ തുടങ്ങിയ ഒട്ടുമിക്ക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും നിലവിലുള്ള തസ്തികകളിൽ നിന്ന് വലിയ പ്രമോഷൻ ലഭിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ലാതിരുന്നവർക്ക് ജൂൺ മുതൽ ജോലി ലഭിക്കുന്നത് മാത്രമല്ല, ജോലിയുള്ളവർക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സുസ്ഥിരതയും ഈ കാലഘട്ടത്തിൽ ഒരുങ്ങിക്കിട്ടും. ജന്മദേശത്ത് വരുമാനം കുറവായതുകൊണ്ട് അത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. ബാങ്കിംഗ് മേഖലകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പയെടുത്ത് കടബാധിതയായവർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ അത് തിരിച്ചടക്കാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനയോഗവും നിങ്ങൾക്ക് അമൂല്യമായ വസ്തുക്കളും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നു. ഈ ഒരു കാലഘട്ടത്തെ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കുക. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അടുത്തതായി വരുന്നത് പൂരുരുട്ടാതി മകയിരം നക്ഷത്രക്കാരാണ്. ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം ഇനി നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾക്ക് ഈ ഒരു ജൂൺ മാസത്തോടു കൂടി തന്നെ ജീവിതത്തിൽ സ്വപ്നതുല്യമായ പല കാര്യങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനയോഗവും പുതിയ ജോലിയും അമൂല്യമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക് പോലുള്ള നെഗറ്റീവ് ഊർജ്ജം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടണമെന്നില്ല. ഇത്തരം സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈക്കുമ്പിളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകണം. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. നെഗറ്റീവ് ഊർജ്ജത്തെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ചില പരിഹാര മാർഗങ്ങൾ കൂടെ സ്വീകരിക്കണം. അത് നാം വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അടുത്തതായി വരുന്നത് അത്തം, ചിത്തിര നക്ഷത്രക്കാരാണ്. ഒരേ സമയം ഒന്നിലധികം സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് വഴി വൻ ധനലാഭം നിങ്ങൾക്ക് ലഭിക്കും. അസ്ഥി സംബന്ധമായി നിങ്ങൾ അനുഭവിച്ച എല്ലാ ദേഹ അസ്വസ്ഥതകളും പരിഹരിക്കപ്പെടും. വിദേശ ചികിത്സയ്ക്ക് പ്രയാസപ്പെടുന്നവർക്ക് അത് നടന്നു കിട്ടും. ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധിച്ചാൽ ജൂൺ ജൂലൈ മാസത്തെ പൂർണ്ണ ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടും. സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പഠനം മുടങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്ക് സന്നദ്ധ സംഘടനകൾ വഴിയോ സമൂഹത്തിലെ ഉന്നതർ വഴിയോ സാമ്പത്തിക സഹായം ലഭിക്കും. ജന്മദേശം വിട്ട് മറ്റ് ദേശങ്ങളിൽ പോയി വിദ്യ അഭ്യസിക്കാൻ അവസരമുണ്ടാവും. വിവാഹത്തിനായി പല പ്രാവശ്യം ശ്രമിച്ച് തടസ്സങ്ങൾ നേരിട്ട് നിരാശരായി കാത്തിരുന്ന നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസം മുതൽ വളരെ അനുകൂലമായ സമയമാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള നല്ല ആലോചനകൾ വരികയും വിവാഹം ഉറപ്പായി നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി ഇതിനെ സ്വീകരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അത് ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, 2026 വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ, അതായത് ജൂൺ മാസം മുതൽ ഏറ്റവും അധികം സ്ഥാനക്കയറ്റങ്ങളും അംഗീകാരങ്ങളും മഹാഭാഗ്യങ്ങളും വന്നു ചേരാൻ പോകുന്ന 9 നക്ഷത്രക്കാരെക്കുറിച്ച് നാം ഇവിടെ അവരുടെ ഫലങ്ങളെല്ലാം പരാമർശിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഗ്രഹനിലകളും പ്രകൃതിയുടെ മാറ്റങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തെന്നാൽ ജ്യോതിഷം നമുക്ക് മുന്നോട്ടുള്ള പാതയിലെ വെളിച്ചം നൽകുന്നു. ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതും കർമ്മങ്ങൾ ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ്. ഈശ്വരാനുഗ്രഹത്തോടൊപ്പം കഠിനാധ്വാനവും പോസിറ്റീവായ ചിന്താഗതിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ശുഭഫലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയുള്ളൂ. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ദശാകാലങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ ഈ കോടീശ്വര യോഗം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നാം ഇവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരും ഈ ഇടവമാസം കഴിയുന്നതിന് മുൻപ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതിനായി നാളികേരമുടച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങളൊരു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര പോലുള്ള വഴിപാടുകൾ ചെയ്യുന്നതും അതീവ ശുഭകരമാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജം കൊണ്ടുവരേണ്ടതും ഇത്തരം സൗഭാഗ്യങ്ങളെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തം
ഉത്തരവാദിത്തം തന്നെയാണ്. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളും നെഗറ്റീവ് ഊർജവും ഇല്ലാതായി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.